ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ നിങ്ങളൊരു ഇൻഷുറൻസ് എടുത്തേ പറ്റുള്ളൂ. ലോകത്തിൽ പലതരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ ഓട്ടോമൊബൈൽ നമ്മുടെ വാഹനങ്ങൾക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൗസ് ഇൻഷുറൻസ്, ഏതെങ്കിലും പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ വീടുകളൊക്കെ സംരക്ഷിക്കാനുള്ള ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇൻഷുറൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്, പലരും അത് എടുത്തിട്ടുള്ളവരാണ്. ലോകത്തിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഇൻഷുറൻസ് നമ്മൾ ഏതെടുത്തിരുന്നാലും അതിൽ എല്ലാം കവർ ചെയ്യണമെന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നമുക്കവിടെ ചികിത്സ വേണ്ടി വന്നു, അവസാനം ആ ബില്ലുകളൊക്കെ കൊടുക്കുമ്പോൾ അവസാനം നമുക്ക് ആ എല്ലാ ബില്ലുകളുടെയും കാശ് നമുക്ക് കിട്ടണമെന്നില്ല. അതിൻ്റെ ഒരു പങ്ക് മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ദൈവം നമുക്ക് തരുന്ന ഒരു ഇൻഷുറൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ദൈവം നമുക്കൊരു ഫുൾ ഇൻഷുറൻസ് തരാൻ ആഗ്രഹിക്കുന്നു. അത് ലിമിറ്റഡ് കവറേജ് അല്ല. അപ്പോൾ ഈ ഇൻഷുറൻസ് നമുക്ക് നേടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വളരെ എളുപ്പത്തിലുള്ള ഒരു കാര്യമാണ്. യോഹന്നാൻ 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം നമ്മളെ ഓരോരുത്തരെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് നമ്മളെ വീണ്ടെടുക്കുവാനും നമ്മൾ നശിച്ചു പോകാതിരിക്കാനും നമ്മൾ നിത്യജീവൻ പ്രാപിക്കുവാനും ദൈവത്തിന് നമ്മളോടൊരു ഇഷ്ടം തോന്നി. അതുകൊണ്ട് ദൈവം തൻ്റെ ഏകജാതനായ മകനായ യേശു ക്രിസ്തുവിനെ നമുക്കായിട്ട് നൽകി. അപ്പോൾ ഈ ഇൻഷുറൻസ് നമ്മൾ എടുക്കണമെങ്കിൽ എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ എൻ്റെ അപ്പനോ അമ്മയോ എൻ്റെ സുഹൃത്തുക്കൾക്കോ ഒന്നും ഈ ഇൻഷുറൻസ് എടുത്ത് തരാനായിട്ട് കഴിയുകയില്ല. ഈ ഇൻഷുറൻസ് എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 5 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമതായി, നമ്മൾ മാനസാന്തരപ്പെടണം. രണ്ടാമതായി, നമ്മൾ കർത്താവിനെ നമ്മൾ അംഗീകരിക്കണം. യേശുക്രിസ്തു ദൈവമാണെന്നും യേശുക്രിസ്തു എൻ്റെ രക്ഷകനാണെന്നും ഞാൻ അംഗീകരിക്കണം. മൂന്നാമതായി, കർത്താവിൽ ഞാൻ വിശ്വസിക്കണം. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി കർത്താവ് മരിച്ചുവെന്നും ആ രക്ഷ എനിക്ക് നേടാൻ കഴിയുമെന്നും ഞാൻ ഉറച്ച് വിശ്വസിക്കണം. നാലാമതായി, ദൈവം പറയുന്ന പ്രവൃത്തികൾ ചെയ്യണം. വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നവനായിട്ടല്ല. അഞ്ചാമതായി, നമ്മൾ പിന്നെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ശ്രമിക്കണം. എപ്പോഴും നമുക്ക് വിശുദ്ധി ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ വീണു പോകുന്ന അവസ്ഥകളും ദൈവത്തിൻ്റെ അടുക്കൽ വന്ന്, ദൈവമേ അപ്പാ തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ആ പാപം വീണ്ടും ചെയ്യാതെ വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയണം. ഈ 5 കാര്യങ്ങൾ ചെയ്താൽ ദൈവം നമുക്ക് തരുന്ന ഫുൾ കവറേജായ നിത്യജീവൻ എന്നുള്ള ഇൻഷുറൻസ് നമുക്ക് കിട്ടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ 5 കാര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും ഫുൾ കവറേജ് കിട്ടാൻ വേണ്ടി ദൈവത്തിനായിട്ട് സമർപ്പിക്കാം. നമുക്ക് ആ ഫുൾ ഇൻഷുറൻസ് എടുക്കാം. ഗോഡ് ബ്ലെസ് യു.